മലകൾക്കിടയിൽ അടങ്ങിയിരുന്ന ചെറിയൊരു ഗ്രാമം. പുലർച്ചയുടെ വെളിച്ചത്തിൽ ഒഴുകുന്ന നീർമേഘങ്ങൾ കാറ്റിനൊപ്പം വന്നു മരച്ചില്ലകളിൽ തട്ടിപ്പോകുന്ന ശബ്ദം ആ ഗ്രാമത്തിന്റെ സംഗീതം പോലെ. ആ ഗ്രാമത്തിലാണ് എലിറയുടെ വീട്. ചൂടും ചിരിയും നിറഞ്ഞ ചെറിയൊരു കുടിൽ. ഗ്രാമത്തിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും അറിയാവുന്ന കഥയുണ്ട്. രാജധാനിയുടെ കൊട്ടാരം ഒരിക്കൽ സ്വർഗത്തിന്റെ സമാനമായിരുന്നു. പൂക്കൾ വിരിയുന്ന തോട്ടങ്ങളും സംഗീതം നിറഞ്ഞ മഹാമുറികളും. പക്ഷേ ഒരു ദുരന്തം അതെല്ലാം നിശബ്ദമാക്കി. രാജാവ് യുവാവായിരുന്നെങ്കിലും കണ്ണുകളിൽ ഒരു പഴയ നിഴൽ ഒളിഞ്ഞിരുന്നു. കൊട്ടാരത്തിലെ ആളുകൾ പോലും അദ്ദേഹത്തെ ചിരിച്ചു കാണുന്നത് അപൂർവം. ഒരു ദിവസം ഗ്രാമത്തിൽ സന്ദേശവാഹകനെത്തി. രാജാവിന്റെ മുദ്ര പതിച്ച കത്ത്. എലീർ, രാജധാനിയിലേക്ക് വരിക. കൊട്ടാരം നിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. അവൾക്ക് അത്ഭുതം തോന്നി. ഒരു സാധാരണ ഗ്രാമത്തിലെ പെൺകുട്ടിയോട് കൊട്ടാരം എന്തിനു വിളിക്കുന്നു എന്നിരുന്നാലും ഹൃദയത്തിൽ ഒരു വിചിത്രമായ ചൂടും കൗതുകവും തോന്നി. യാത്രാമുറിയിൽ വൈകുന്നേരത്തെ ആകാശം പൊന്നിറത്തിൽ ചായപ്പെട്ടു. കാറ്റിൽ നിന്നു വീണു പറക്കുന്ന ചെറുപൂക്കൊടികൾ പാതയിലുടനീളം അവളെ അനുഗമിച്ചു. പാതയുടെ അവസാനത്ത് ഇരുണ്ട നീലച്ചിറകുള്ള ചോളം വസ്ത്രത്തിൽ ഒരാളുടെ കണ്ണുകൾ അവളെ കാത്തുനിന്നു. രാജാവ്. ഒരു നിമിഷം കാറ്റും പൂക്കൊടികളും ഒഴുകിപ്പോയതുപോലെ ലോകം ശാന്തമായി. രാജാവിന്റെ വിരൽപ്പൊരി അവളുടെ അധരങ്ങളിലേക്ക് ഒരു പൂക്കൊടി എത്തിച്ചു. സ്വാഗതം എലിർ. രാജാവിന്റെ ശബ്ദം വർഷങ്ങളുടെ മൗനം തകർത്തു. കൊട്ടാരത്തിന്റെ വാതിലുകൾ കടന്ന് എലിറെ അകത്ത് കടന്നപ്പോൾ അവളുടെ കണ്ണുകൾ വിസ്മയത്തോടെ നിറഞ്ഞു. ഒരിക്കൽ സംഗീതം മുഴങ്ങിയിരുന്ന മഹാമുറികൾ ഇപ്പോൾ ശൂന്യവും മൗനവുമായിരുന്നു. ചുമരുകളിൽ പഴയ ചിത്രങ്ങൾ, സുവർണകാലത്തിന്റെ സ്മരണകൾ. പക്ഷേ അവയുടെ നിറം പോലും ഏതോ ദുഃഖത്തിന്റെ മറയിൽ ഒളിച്ചുപോയതുപോലെ. അവളെ കൊട്ടാരത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോയത് രാജാവിന്റെ വിശ്വസ്തനായ സേവകനായിരുന്നു ആറോൺ. വെളുത്ത മുടിയിലും കണ്ണുകളിൽ കാലത്തിന്റെ കഥകളിലും അവൻ കൊട്ടാരത്തിന്റെ ജീവിച്ചിരിക്കുന്ന ദിനചരിത്രമായിരുന്നു. ഈ കൊട്ടാരമൊരിക്കൽ പൂക്കളുടെ രാജ്യമായിരുന്നു എലിറെ. ആറോൺ നിശബ്ദ ശബ്ദത്തിൽ തുടങ്ങി. പക്ഷേ 5 വർഷം മുൻപ് ശത്രു രാജ്യത്തിന്റെ ആക്രമണം. രാജാവിന്റെ മാതാപിതാക്കൾ രാജാവിന്റെ മുന്നിൽ തന്നെ. അവന്റെ വാക്കുകൾ ഒടുങ്ങി. വായുവിൽ ഒരു ഭാരമുള്ള മൗനം വീണു. എലിറ രാജാവിന്റെ കണ്ണുകളിൽ കണ്ട ആ പഴയ നിഴലിന്റെ കാരണമെന്ന് മനസ്സിലാക്കി. ആ കണ്ണുകളിൽ നഷ്ടത്തിന്റെ വേദനയും ഒരിക്കലും പറയാനാകാത്ത കഥകളും അടങ്ങിയിരുന്നു. അതേസമയം രാജാവ് പലപ്പോഴും അവളെ ശ്രദ്ധിച്ചു. അവളുടെ ചിരി, അവളുടെ സംസാരത്തിലെ ചൂട്, കൊട്ടാരത്തിലെ തണുത്ത വായുവിൽ ഒരു പുതിയ ശ്വാസം പോലെ. ഒരു വൈകുന്നേരം സൂര്യാസ്തമയത്തിന്റെ പൊൻപ്രകാശം കൊട്ടാരത്തെ സ്പർശിച്ചപ്പോൾ രാജാവ് എലിറയെ സമീപിച്ചു. നിനക്ക് കാണിക്കാനുണ്ട് ഒരു സ്ഥലം, അദ്ദേഹം പറഞ്ഞു. അവളെ കൊട്ടാരത്തിന്റെ പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഭാരമുള്ള ഇരുമ്പുവാതിൽ തുറന്നു. അവിടെയൊരു രഹസ്യോദ്യാനം. വർഷങ്ങളായി ആരും കടന്നിട്ടില്ലാത്ത സ്ഥലം. പക്ഷേ കാറ്റിൽ ഇപ്പോഴും പഴയ പൂക്കളുടെ സുഗന്ധം ജീവിച്ചു. ഇതാണ് എന്റെ രാജ്യം, ഒരിക്കൽ ചിരിച്ചിരുന്നത്. രാജാവിന്റെ ശബ്ദത്തിൽ ഒരു നൊമ്പരം. എലിറ മനസ്സിലാക്കി, അവൾക്കിനി കൊട്ടാരത്തെ മാത്രമല്ല ഈ മനസ്സിനെയും വീണ്ടും ജീവിപ്പിക്കേണ്ടിയിരിക്കുന്നു.